എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ന് മലയാളികളും ഗൾഫ് രാജ്യത്തുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ്. അപ്പോൾ യൂറിക് ആസിഡ് എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് വരുന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഭക്ഷണം മുഖാന്തരം മരുന്നുകളില്ലാതെ എങ്ങനെ യൂറിക് ആസിഡ് നിയന്ത്രിക്കാം എന്നൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. യൂറിക് ആസിഡ് സാധാരണയായിട്ട് കരളിലാണ് രൂപപ്പെടുന്നത്. കരളിൽ കറക്റ്റായിട്ടുള്ള ഫിൽട്രേഷൻ നടക്കാത്തത് മൂലമാണ് യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ കൂടുതലായി കാണപ്പെടുന്നത്. യൂറിക് ആസിഡ് മുഖാന്തരം അത് കൂടുതലായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. പൊതുവെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ ജോയിൻസിന്, നമ്മളെ തള്ളവിരൽ അല്ലെങ്കിൽ ഈ തമ്പ്, അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു വേദന. അത് മാത്രമായിട്ട് ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുള്ളൂ. ചിലവർക്ക് ഗൗട്ട്, കിഡ്നി സ്റ്റോൺ മുതലായ അസുഖങ്ങളും വരാറുണ്ട്. യൂറിക് ആസിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. കരളിൽ പ്രോട്ടീൻ മെറ്റബോളിസം കൂടുമ്പോൾ അവ ഡൈജസ്റ്റ് ആയിട്ട് അത് രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥയാണ് യൂറിക് ആസിഡ്. ഒരു ബയോ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. യൂറിക് ആസിഡ് കൂടുന്നതും ഇന്ന് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് കുറേ ആളുകൾക്ക് യൂറിക് ആസിഡ് കൂടുന്നത് മൂലം എല്ലാ ജോയിൻസും പെയിൻ, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് നമുക്ക് മരുന്ന് മുഖാന്തരം ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നാണ്. പക്ഷെ അത് കൂടാതെ നമുക്ക് ഭക്ഷണക്രമത്തിലൂടെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. യൂറിക് ആസിഡ് സാധാരണയായിട്ട് വൃക്ക അരിച്ച് പുറത്ത് കളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ യൂറിക് ആസിഡ് നമ്മളുടെ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ഗൗട്ട്, അതേപോലെ കിഡ്നി സ്റ്റോൺ മുഖാന്തരമുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് വരാറുണ്ട്. യൂറിക് ആസിഡ് കൂടി യൂറിക് ആസിഡിൻ്റെ ഫിൽട്രേഷന് തടസ്സം വരുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മളെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുകയും അത് കൂടാതെ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ, അതായത് കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങൾ വരികയും ചെയ്യുന്നത്. ഫുഡ് വഴി എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂറിക് ആസിഡ് നിയന്ത്രിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അതിൽ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് ഒന്ന് ഓർഗൻ മീറ്റ്. ഓർഗൻ മീറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചില ജീവികളുടെ കരള് അല്ലെങ്കിൽ ഹാർട്ടൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്യൂറിൻ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. രണ്ടാമതായിട്ട് റെഡ് മീറ്റ്, ബീഫ്, മട്ടൻ, ഡക്ക്, അതേപോലെ പോർക്ക്, എന്നീ മീറ്റുകളിലും പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലാണ്. പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലായ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ മീറ്റിൽ മാത്രമാണോ യൂറിക് ആസിഡ് കൂടുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. മീറ്റിൽ മാത്രമല്ല, ചില വെജിറ്റബിൾസിൽ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ള വെജിറ്റബിൾസ് ഉണ്ട്. അവയാണ് ഒന്നാമത് കോളിഫ്ലവർ, ചീര, പിന്നെ മഷ്റൂം, അങ്ങനത്തെയുള്ള വെജിറ്റബിൾസിലൊക്കെയാണ് സാധാരണയായിട്ട് പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ളത്. പിന്നെ മാക്സിമം യൂറിക് ആസിഡ് ഉള്ള ആളുകൾ സീ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. സീ ഫുഡ്സിൽ മെയിനായിട്ട് ചെമ്മീൻ, അതേപോലെ കണവ, പിന്നെ അങ്ങനത്തെയുള്ള മത്സ്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴിയാണ് വെള്ളം. ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം 12 ഗ്ലാസ് മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക. അത് മുഖാന്തരം യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിലെ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ, അതായത് രക്തത്തിൻ്റെ അളവ് അസിഡിക് pH കൂടുന്നു. ഈ അസിഡിക് pHനെ നിയന്ത്രിക്കാനാണ് വെള്ളം ധാരാളമായി കുടിക്കണമെന്ന് പറയുന്നത്. നമ്മളെ ശരീരം എപ്പോഴും അസിഡിക് നേച്ചർ മാറ്റിയിട്ട് ആൽക്കലൈൻ നേച്ചറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിലൂടെ ഈ അസിഡിക് നേച്ചർ ആൽക്കലൈൻ നേച്ചറായിട്ട് മാറുന്നു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഭക്ഷണമാണ് ആപ്പിൾ സിഡർ വിനേഗർ. ആപ്പിൾ സിഡർ വിനേഗറിൽ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ 2 നേരം ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് 2 നേരം നമ്മൾ ആപ്പിൾ സിഡർ വിനേഗർ 1 ടീസ്പൂൺ എടുത്തിട്ട് അത് വെള്ളത്തിൽ അലിയിച്ച് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ രണ്ടാമത്തെ ഉപാധി, നമ്മൾ തവിടുള്ള അരികൾ കഴിക്കുക. തവിടുള്ള അരി കഴിക്കുന്നതിലൂടെയും യൂറിക് ആസിഡ് കുറയാൻ വേണ്ടി സഹായിക്കുന്നു.
മൂന്നാമതായിട്ട് തവിടുള്ള അരി പോലെ തന്നെ നമ്മൾ പപ്പായ, ഗ്രീൻ ടീ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ കേരളത്തിൽ മിക്ക ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് നേന്ത്രപ്പഴം, ബനാനയിൽ ധാരാളമായിട്ട് ആൻതാസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ആൻതാസിൻ യൂറിക് ആസിഡിനെ അലിയിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടും ആൻതാസിൻ വഴി നമ്മളുടെ ഈ യൂറിക് ആസിഡ് മുഖാന്തരമുള്ള വേദനകളൊക്കെ ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ പേരയ്ക്ക, പപ്പായയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പായയും പേരയ്ക്കയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് പറയാം. ഒന്നാമതായിട്ട് വ്യായാമം. നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ ആ യൂറിക് ആസിഡ് മുഖാന്തരം ഉണ്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നീർക്കെട്ട്, ആ വേദനകളൊക്കെ ഒന്ന് കുറയാനും ശരീരത്തിലെ രക്തത്തിലുള്ള യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാനും വേണ്ടി സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, നമ്മൾ ഈ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സീ ഫുഡ്സ് ആണെങ്കിലും ചില ഓർഗൻ മീറ്റുകളാണെങ്കിലും ബീഫാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ വെജിറ്റബിൾസിൽ പറഞ്ഞു, ആ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നാലാമതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ അല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് നമ്മളെ പച്ചമഞ്ഞൾ എടുക്കുക, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, കുരുമുളക് എടുക്കുക, പിന്നെ കറുവപ്പട്ട എടുക്കുക. നമ്മൾ പച്ചമഞ്ഞളും ഇഞ്ചിയും ഒരു കുരുമുളകും പിന്നെ കറുവപ്പട്ടയും ചേർത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ചതച്ച ആ ഐറ്റം ആ 3 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസും വെള്ളമാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതൊരു 10 മുതൽ 14 ദിവസം വരെ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഒരു 2 നേരമായിട്ട് ഇതൊന്ന് കുടിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കൂടാതെ തന്നെ യൂറിക് ആസിഡ് ഈ വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഇതൊന്നും കൂടാതെ യൂറിക് ആസിഡ് കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കാരണം മദ്യപാനവും ബീറും ഒക്കെ കുടിക്കുന്നത് മുഖാന്തരം യൂറിക് ആസിഡ് കൂടാൻ വേണ്ടി കാരണമാവാറുണ്ട്. അപ്പോൾ ഈ മദ്യപാനവും ബീറൊക്കെ നമ്മൾ കുടിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. പിന്നെ ഈ പറയുന്ന ഭക്ഷണങ്ങളാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ യൂറിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് രക്തത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ അറിവുകൾ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.